ഏറ്റുമാനൂരിൽ ഇത്തവണ മത്സരിക്കുന്നത് 2020 സ്ഥാനാർത്ഥി നടി വീണ നായരാണ്. നമ്മൾ നിരവധി സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പ്രധാനമായും വെള്ളിമൂങ്ങയിലാണ് കണ്ടത്. എന്തായാലും വ്യത്യസ്തമായൊരു വേഷം ആണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ എത്തിയിരിക്കുന്നത്. അതായത് വളരെ സർപ്രൈസ് ആയിട്ടൊരു സ്ഥാനാർത്ഥിത്വമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. സ്വന്തം നാട്ടിൽ തന്നെ സ്ഥാനാർത്ഥിയാൻ സാധിക്കുന്നു. എങ്ങനെയാണ്, എന്തൊക്കെയാണ് രാഷ്ട്രീയമായ നമ്മുടെ ഒരു സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ എപ്പോഴും മനുഷ്യരുടെ എല്ലാം ഒന്ന് തന്നെയായിരിക്കും. അതിനിപ്പോൾ കേരളത്തിലായാലും ഇന്ത്യയിലായാലും എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങൾ ഒന്നായിരിക്കും. സാധാരണ ആൾക്കാരുടെ ഇടയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ സാധാരണ ആൾക്കാരുടെ ഇടയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു മാധ്യമം ആവശ്യമാണ്. പണ്ടും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷേ ഇപ്പോൾ അതിന് നമുക്ക് വേണ്ട ഒരു സമയം എത്തിയിരിക്കുന്നു എന്ന് ഇപ്പോൾ തോന്നി. അപ്പോൾ അങ്ങനെ ഒരു കോള് വരുന്നു. എല്ലാം വളരെ എന്താ പറയുക, കുറേ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. ഇപ്പോൾ അതിനൊരു സമയം എത്തി. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. അതാണ് സത്യം. ഏറ്റുമാനൂർ നമുക്കറിയാം മഹാദേവൻ്റെ നഗരം കൂടിയാണ്. ഏറ്റുമാനൂരപ്പൻ കൂടെ ഉണ്ട് എന്നുള്ള ഞാനൊരു വിശ്വാസിയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏറ്റുമാനൂർ പിന്നെ നമ്മുടെ ബന്ധുക്കളും എന്നെ അറിയാവുന്നവരും എൻ്റെ നാട്ടുകാരും അയ്മനം ഗ്രാമപഞ്ചായത്താണ്. എല്ലാവർക്കും ഓൾമോസ്റ്റ് എന്നെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം എനിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ നാടിന് വേണ്ടി കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. അതിന് ഈ ഒരു അവസരം ഞാൻ നന്നായിട്ട് വിനിയോഗിക്കും. നിങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടാവും. എല്ലാവർക്കും എന്നെ നന്നായിട്ട് അറിയാം. അവിടെ ഉള്ളവർക്ക് ഇനി അറിയാൻ വയ്യാത്ത ആൾക്കാരിലേക്ക് ഇനിയുള്ള വരുന്ന ദിവസങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് അടുത്തത്. എല്ലാം നല്ല രീതിയിലാവട്ടെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതായത് CPM സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രധാനപ്പെട്ട ഒരു നേതാവാണ് വി എൻ വാസവനാണ് അവിടെ മത്സരിക്കുന്നത്. തലയെടുപ്പുള്ള നേതാവാണ്. അപ്പം എത്രത്തോളം കടുത്തൊരു മത്സരമായിരിക്കും. നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയം നമ്മളെ സംബന്ധിച്ചൊരു പുതിയൊരു തട്ടകമാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളൊരു പ്രചരണ പരിപാടികൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? എല്ലാം നമ്മൾ ഇപ്പോൾ ഡേറ്റ് അനൗൺസ്മെൻറ്റ് പോലെ April 9 എന്നുള്ളത് ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നാണ് അറിയുന്നത്. ഈ ഒരു അനൗൺസ്മെൻറ്റും വളരെ പെട്ടെന്നാണ്. ഇനി അധികം ദിവസങ്ങളില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ഇറങ്ങുക, ജനങ്ങളിലേക്ക് ഇറങ്ങി അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അവരോടൊപ്പം ഉണ്ടെന്ന് അവർക്കൊരു തോന്നലുണ്ടാവുള്ളൂ. കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ മുന്നേ പരിചയമില്ലാത്ത, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ മറ്റുള്ള ഇപ്പം വാസവൻ സാറിനെ പോലെ ഒരുപാട് തഴക്കവും പഴക്കവും വന്നിട്ടുള്ള വലിയ രാഷ്ട്രീയ നേതാക്കളുടെ ഒപ്പമാണ് ഞാൻ മത്സരിക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയുള്ള ദിവസങ്ങൾ അവരിലേക്ക് ഇറങ്ങി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് സത്യമായിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഇനിയിപ്പം നാളെ മുതൽ അതിന് വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങുകയാണ്. പിന്നെ എൻ്റെ നാട്ടുകാരല്ലേ, നമുക്കങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. നമ്മുടെ നാട്ടുകാരും കൂടെ ഉണ്ട്. നല്ല നാട്ടുകാരാണ്, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്കത് അവരുടെ ആ സ്നേഹം കൂടെ എനിക്കിനി കിട്ടിയാൽ മതി. അവരുടെ കൂടെ ഉണ്ടാവും. ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, സാർ നമ്മൾ സിനിമാ താരങ്ങൾ എന്നൊക്കെ പറയുമ്പം അവർ കുറച്ച് ഡെലൈറ്റ് ആയിട്ട് കുറച്ച് ദന്തഗോപുര നിവാസികൾ എന്നൊക്കെ വിളിച്ചാൽ മതി. അപ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനത്തിൻ്റെ സാധാരണ പ്രശ്നങ്ങളൊക്കെ ഇറങ്ങിച്ചെല്ലാറും ശ്രദ്ധിക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. എത്തിയ ഒരു രാഷ്ട്രീയമായ പശ്ചാത്തലം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നതൊക്കെ? ഇപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ഏറ്റവും അധികം പ്രശ്നങ്ങൾ വന്ന ഈ ഞാൻ ചങ്ങനാശ്ശേരിയിലായിരുന്ന സമയത്ത് ഏറ്റവും അധികം പ്രശ്നം വന്നത് ഫ്ലഡിൻ്റെ സമയമാണ്. ആ സമയത്തൊക്കെ ആ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം ഞാൻ എങ്ങനെയായിരുന്നു. എൻ്റെ വീടായിരുന്നു സാധനങ്ങൾ കളക്ഷൻ പോയിൻ്റ് എൻ്റെ വീടായിരുന്നു. അതൊന്നും ഒരു രാഷ്ട്രീയ അനുഭാവിയായിട്ടോ ഒന്നുമല്ല. ഞാൻ ജനങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള സംഭവം അന്നും എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് മുന്നേ പറഞ്ഞല്ലോ, എനിക്കതിനൊരു മാധ്യമം ഇപ്പോൾ വന്നിരിക്കുകയാണ്, വേദി വന്നിരിക്കുകയാണ്. വളരെ ചെറിയൊരു സർക്കിളിൽ ഞാൻ ചെയ്ത കാര്യം ഏറ്റുമാനൂർ മണ്ഡലത്തിൽ മുഴുവൻ എനിക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. 2020 NDAയുടെ സപ്പോർട്ടോടു കൂടി തന്നെ അത് പ്രാബല്യത്തിൽ വരുത്താൻ സാധിച്ചാൽ അതെനിക്കും എൻ്റെ നാട്ടുകാർക്കും വലിയ സംഭവം, വലിയൊരു വിജയം തന്നെയായിരിക്കും. തീർച്ചയായും എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ നേരുകയാണ്. കാരണം സിനിമാ താരം എന്നുള്ള നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട ആളാണ്. രാഷ്ട്രീയത്തിലും തിളങ്ങാൻ കഴിയട്ടെ എന്നീ ഘട്ടത്തിൽ ആശംസകൾ നേരുന്നു.